അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും മ്യൂട്ടാക്കി വെച്ചതുകൊണ്ട് മനസ്സിൽ സലാം അടക്കം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മ്യൂട്ടാക്കി വെക്കുന്നതാണ് കേൾക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ ടീച്ചറെ വീഡിയോസ് കേട്ട ആളുകൾക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അതുകൊണ്ട് 100 പ്രാവശ്യം പറയാനുള്ളത്, ആ വീഡിയോസ് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു ടീച്ചറെ കീഴിലായിട്ട് നമുക്ക് പഠിക്കാൻ സൗകര്യം നൽകിയതിന് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇത് തുടരാനും അൽ-ബഖറ, അൽ-ഇമ്രാൻ ഇങ്ങനെ തുടർന്ന് നാസ് വരെ എത്താൻ അള്ളാഹ് ആയുസ് തരണേ, ആരോഗ്യം തരണേ, ടൈമിൽ ബർക്കത്ത് തരണേ എന്ന പ്രാർത്ഥനയാണ് ആദ്യം. അള്ളാഹു സ്വീകരിക്കട്ടെ. മുമ്പെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഇഹലോകത്തിലെ പല കാര്യങ്ങൾക്കും വേണ്ടിയാ. ഇന്നെന്നാൽ ഇഹലോകത്തിൽ നന്മകൾ വേണം, അപമാനമില്ലാതെ ജീവിക്കണം അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ കഴിയുന്ന സമ്പത്തും ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ മതിയല്ലോ അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ? നമ്മളിപ്പോ ഉള്ള ഈ മാസം ഉണ്ടല്ലോ, ഈ മാസത്തിൽ നമ്മളെങ്ങനെയാ കടന്നു വന്നേ? എല്ലാ മാസവും കടന്നു വരുന്നത് പോലെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വതൗഫീഖി ലിമാ തുഹിബ്ബു ഫതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇനി അങ്ങനെ പറയാതെയാണ് നമ്മളിലാരെങ്കിലും കടന്നു വന്നതെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. എല്ലാ മാസവും പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ റമദാന്റെ തൊട്ട് മുമ്പ് ഉള്ള മാസം ശഅബാനില് എല്ലാവരും അവഗണിക്കുന്ന മാസമായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞല്ലോ, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസാണ്. പല നേരങ്ങളും കർമ്മം ഉയർത്തപ്പെടുന്നതുണ്ടെങ്കിലും മാസത്തിൽ ശഅബാനിലാണ്. അതുകൊണ്ട് നിങ്ങളത് അവഗണിക്കരുതേ, റമദാനിന് മുമ്പ് നിങ്ങളൊന്ന് ഒരുങ്ങണേ എന്ന് പറഞ്ഞിട്ടുള്ള പല ക്ലാസ്സുകളും നമ്മൾ കേട്ടു അല്ലേ? കേട്ടാൽ മാത്രം പോരാ, നമ്മളെ അറിവ്, ഇൽമ് അമലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള നല്ലൊരവസരമാണ് നമുക്ക് ഈ റമദാനിൽ അള്ളാഹ് തന്നത്. അള്ളാഹിന്റെ നാമത്തിൽ അള്ളയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയത്വം, വിശ്വാസവും സമാധാനവും സമർപ്പണവുമായി ഈ മാസത്തിൽ നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തി ചെയ്യാനുള്ള ഉദവിയും കൊണ്ട് ഞങ്ങൾ ഉദിപ്പിക്കണേ എന്ന് നമ്മൾ എല്ലാ മാസവും പ്രാർത്ഥിക്കുന്നത് പോലെ ഈ മാസവും പ്രാർത്ഥിച്ചെങ്കിൽ അതിനുള്ള ഇതുവരെയുള്ള നമ്മളായിരിക്കൂല. നമ്മൾ പുറമേയുള്ള മാറ്റങ്ങളെക്കാൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിളക്ക് തെളിയുന്നതാകണം ഓരോ റമദാനും. ആത്മീയമായ ഉണർവിനും ചിട്ടയായ ദേഹചര്യകൾക്കും കൂട്ടായി ഒരു റമദാൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതന്നെ നമ്മളെ ഈ റമദാൻ പ്രിയപ്പെട്ടതാകണം. ആത്മീയ യാത്ര 2 ദിവസം, 2ാം ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലേ? 2 ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഗൾഫിലുള്ള ആളുകൾക്ക്. എന്നാലും 30 ദിനങ്ങളിലും നിങ്ങളുടെ ദിവസങ്ങൾ ഓരോന്നിനേക്കാൾ ഓരോന്ന് മികവുറ്റതാകണമെന്ന് എന്റേതും നിങ്ങളുടെയും, ആദ്യം എന്റേത് എന്നോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. ശേഷം നമുക്ക് ഈ മാസം അവതരിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്ത് ദൈനിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്തെങ്കിലും തെറ്റോ കുറ്റമോ വന്നുപോയെങ്കിൽ അത് എന്നിൽ നിന്നും പിശാചിൽ നിന്നുമാണ്. എന്നാൽ അത് ശരിയായി പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
يا أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمله فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى شهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അൽഹംദുലില്ലാഹ്. നമ്മളെ ടീച്ചർ ഇത് 2 ക്ലാസ് ആയിട്ടാണ് എടുത്തത്. ഈ ഒരു ക്ലാസ്സിൽ എത്രത്തോളം പോകുന്നറിയില്ല, എന്നാൽ 2-3 വാക്കിനെ അനുസരിച്ചിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ദൈനി, അല്ലെ, കടം. ദീന് ദൈന് എല്ലാം റൂട്ട് വേർഡ് ഏകദേശം ഒന്ന് തന്നെയാണ്. ഇവിടെ തദായന്തും എന്നാണ് വന്നത്. രണ്ടുപേര് കടമിടപാട് നടത്തിയതിനെ കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അന്യോന്യം നടത്തിയാന്ന് പറഞ്ഞത് ഈ കടം അവധി വെക്കണം, അല്ലെ, എഴുതി വെക്കണം. നമ്മള് സ്വന്തക്കാരാണെങ്കിൽ എഴുതണ്ട എന്നാ പറയാ, പക്ഷെ എഴുതിയാല് നമുക്ക് പേടിക്കണ്ട. അതിലുള്ള സാക്ഷികളെ കുറിച്ചിട്ടും പറഞ്ഞല്ലേ. ആണാണെങ്കിൽ 2 ആണെന്നും അത് റിജാലി എന്ന് പറഞ്ഞ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ നല്ല ബുദ്ധിയുള്ള ആണുങ്ങൾ തന്നെയാണെന്നും, ഇനി ഒരു പുരുഷനെ കിട്ടിയില്ലെങ്കിൽ പെണ്ണ് 2 എണ്ണം വേണമെന്നും. അപ്പൊ ഒരു പുരുഷന് 2 പെണ്ണാണ് പറഞ്ഞത് കൊണ്ട് പിന്നെ 4 സ്ത്രീകൾ പറ്റുമോ എന്നെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങനെ പാടില്ല. ഇതിൽ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യണം, അല്ലേ? യാത്രയിലാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ആളെ കിട്ടിയില്ലെങ്കിൽ എല്ലാം നമുക്ക് സ്ത്രീകളെ ആക്കാം. പിന്നെ പറയുന്നത് സാക്ഷികളെ കുറിച്ച്. ഷുഹദാ, സാക്ഷികൾ ആരാകണം അല്ലെ? കടം വാങ്ങുന്നവന് പറഞ്ഞു കൊടുക്കുന്നത് എഴുത്തുകാരൻ എഴുതണമെന്നും അതൊരു മുസ്ലിം ആയിരിക്കണമെന്നും, അല്ലെ? അതിൽ നീതി പാലിക്കണമെന്നാണ് ആവർത്തിച്ചു പറയുന്നത്, അല്ലെ? അതിൽ ആവർത്തിച്ചു പറയുന്ന 2-3 വേർഡുണ്ട് ഇത്. ഹക്ക്, സത്യം, ഷുഹദാ, സാക്ഷ്യം, അള്ളാന്റെ പേരിനെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മളെവിടെയാ ഉള്ളതിപ്പോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കടയെല്ലാം വാങ്ങുമോ നമ്മൾ ആലോചിക്കേണ്ടത്, അത് കഴിയുന്നതും വാങ്ങാണ്ട് നമുക്ക് കിട്ടുന്നതിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. നമ്മൾ അങ്ങനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ധനം. എന്നാൽ ഏത് ആൾക്കും, അതായത് പണമുള്ള ആളുകൾക്കും ചിലപ്പം പെട്ടെന്ന് കടമൊക്കെ വാങ്ങേണ്ടി വരും. എന്നേരാണ് ഈ പറഞ്ഞ നിയമങ്ങൾ പാലിക്കേണ്ടത്, എഴുതി വെക്കുക എന്നത്. എന്നാ റൊക്ക കച്ചവടം നടക്കുമോ
ചിലപ്പോൾ എഴുതേണ്ടതൊന്നും ആവശ്യമില്ല, സ്പോട്ടിൽ തന്നെ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ പണയം വെക്കുമ്പോൾ അത് ആ പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കാം വീട് പണയത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. എന്നിലുള്ള തെറ്റുകൾ ടീച്ചർ തിരുത്തി തരും ഇതിന് ശേഷം എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു അതിനെ സഹായിക്കട്ടെ. ആമീൻ. ഒരു പ്രായമുള്ള ആള്, വളരെ ആരോഗ്യമുള്ള വേറൊരു പുരുഷൻ, ആ പുരുഷൻ വളരെ പ്രായമുള്ള ഒരാളടുത്ത് നിന്ന് കടം വാങ്ങി വളരെ കാലം മുമ്പ്. അങ്ങനെ കടം വാങ്ങിയപ്പോ അത് പഠനാവധിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തപ്പോ ആ 2-3 വട്ടം പറഞ്ഞപ്പം അവർക്ക് കളിയായി. പിന്നെ അതിനപ്പുറം അല്ലേ കളികൾ. അവധി പറഞ്ഞ പിന്നെ അവധിയായിരിക്കണം. അത് ഏത് കാര്യത്തിലായാലും സമയത്തിൽ കാര്യത്തിലായാലും ഒച്ചപ്പാട് ഈ നല്ലൊരു ജെന്റിൽമാന, വളരെ ലൈഫായ ആള്. വോയിസ് ക്ലിയർ മ്യൂട്ടാക്കി വെക്കണേ. വളരെ ശബ്ദ കുറവാണ്. ഇങ്ങനെ പറയണമെന്നോ അവരിനെ? വീഡിയോ ഓഫ് ആക്കി. അങ്ങനെ ഓക്കെ ഓക്കെ. ഇത്ര നേരം അപ്പൊ നല്ല സൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? വീഡിയോ ഓണാക്കിയപ്പോ ഞാൻ വിചാരിച്ചു വീഡിയോ ഓണാക്കണുള്ളൂ എന്നുള്ളതിൽ ഓണാക്കിയതാണ്. ഓണാക്കാണ്ടാണ് എനിക്കിഷ്ടം. നമ്മളെ ഇഷ്ടത്തിന് അപ്പുറമായിട്ട് നിങ്ങളെ ഇഷ്ടം കൂടി പരിഗണിക്കല്ലോ എന്നുള്ളതിൽ ഓണാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. കണ്ണാടി കാണുന്നവരെ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. എന്നിട്ട് അവര് വല്ലാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയ അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഇത് കാണാം, പിന്നെയും വന്ന് വീണ്ടും ഒച്ചപ്പാടുണ്ടാക്കുന്നു, കാണുന്നു. 3-ാമത്തെ പ്രാവശ്യം അയാൾ വിചാരിച്ചു, ഞാൻ ഇടപെടണോ? എന്താ ഇങ്ങനെ ഉണ്ട് ഒരു പറയല്? കടം കൊടുത്തെന്ന് വിചാരിച്ചിട്ടുണ്ടാ? അത് കൊടുക്കില്ല, അവരവധിയല്ലേ പറയുന്നത്. അപ്പം വാങ്ങിയ ആള് പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. അയാളങ്ങ് പോയേ. എന്തുകൊണ്ടാണ് ഇടപെടണ്ടെന്ന് പറഞ്ഞത്? അത് വാങ്ങിയ ആള് അവധിക്ക് കൊടുക്കുക എന്നത് നമ്മുടെ മുത്ത് റസൂല് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു റസൂലിനെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അവധി എത്തിയാൽ അത് കൊടുത്തു വിട്ടുക തന്നെ വേണം. അതല്ലെങ്കിൽ വിട്ടുകൊടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൊടുക്കാതിരുന്നാല് അവരിൽ നിന്ന് എന്ത് കേട്ടാലും നമ്മൾ സഹിച്ചോളണം എന്നാ പറഞ്ഞു. ഇന്ന് ആരാണ് സഹിക്കുന്നത്? തിരിച്ചു കൊടുത്ത ആളല്ലേ സഹിക്കേണ്ടി വരുന്നത്. ആ ഒരവസ്ഥ നമ്മളിൽ ആർക്കും ഉണ്ടാവരുത് എന്നൊരു അപേക്ഷയും കൂടി ഉണ്ട്. കാരണം നമുക്ക് കിട്ടിയ അറിവ്, ഇൽമ് അമലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കൊടുത്ത ആള് നന്ദി പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചിട്ടായിരിക്കും കൊടുത്തത്. കൊടുത്താൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നെല്ലാം അറിയാം. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് കൊടുത്തത് കൊണ്ട് കുറേ ക്ഷമിക്കും അല്ലേ? പക്ഷെ അവർക്കൊരു അത്യാവശ്യം വന്നാലും ഇവർ ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമല്ലേ? അപ്പൊ ഇയാൾ വിചാരിക്കാം, അടുത്ത വീട്ടിലുള്ള ആള് വിചാരിക്കാം, ഈ റസൂല് പണ്ടെപ്പോഴുള്ള റസൂല്, മരണമടഞ്ഞു പോയ റസൂല് അല്ലേ, ഇനി തിരിച്ചു വരാത്ത റസൂല്, ആ നബി പറഞ്ഞ കാര്യം ഇവരിങ്ങനെ അനുസരിക്കേണ്ടതുണ്ടോ?
അതിന് ഈ ആടുന്ന പോലത്തെ മെലിഞ്ഞ് കൊള്ളി ക്ഷണിച്ച് ആ ആൾക്ക് ഒരു അടി കൊടുത്ത് അയാളുടെ വീണു ഈ കടം കൊടുക്കുകയും വേണ്ട. എന്നാൽ ആ റസൂലിനെ അനുസരിക്കുന്ന അല്ലേ, അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അവന്റെ റസൂലിനെ അനുസരിച്ചാലാണല്ലോ നമ്മള് ശരിയായ ഒരു ഇസ്ലാം അല്ലെ, മുസ്ലിമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് മുഅ്മിനും മുത്തഖിയും മുഹ്സിനും ആലിമും ആയതിനു ശേഷം നമ്മൾ ആരാവണ്ടേ? ഇഹ്സാനും ജമാഅത്തും മുജാഹിദും. ജമാഅത്ത് മുജാഹിദും എന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ലേ. ജമാഅത്ത് ഒരുമിച്ച് കൂട്ടി നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക അല്ലെ, ഇങ്ങനെ ഇതേപോലെ ക്ലാസ് കേൾക്കുക, കേട്ടതിൽ നിന്ന് നല്ലതിനെ പിൻപറ്റുക. ഖുർആനിനെ പോലും അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ലേ, നിങ്ങൾ കേൾക്കുക അല്ലെ, കേട്ടിട്ട് നല്ലതിന്. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ പോലും ഖുർആൻ തുറന്നു വെച്ചിട്ട് പഠിക്കണം. ഏത് ക്ലാസ് കേൾക്കുന്നു, ഏത് ആയത്തിനെ കുറിച്ചിട്ടാ പറയുന്നത്, ആ ആയത്തിന് ഇങ്ങനെ നോക്കി നിന്നാൽ മതി, നമുക്ക് പ്രതിഫലമാണ്. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളത് വായിക്കുന്നതാണെങ്കിൽ നമ്മളെ വിരലുകൾ അതിൻ്റെ സ്പർശിക്കുകയും ചെയ്യണം, എന്നാലെല്ലാണ് അതിന് പ്രതിഫലം. അപ്പൊ ഈ വൃദ്ധം പറയാ അയാളോട്, നിങ്ങൾ ആ ഗ്രന്ഥം ഇല്ലേ അതിങ്ങോട്ട് കൊണ്ടാ, എന്താണ് ആ ഗ്രന്ഥത്തിലുള്ളതെന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ ക്ഷമ പാലിക്കണമെങ്കിൽ നമുക്കെല്ലാം ക്ഷമ തരട്ടെ. നമ്മളൊന്നും അത്തരത്തിലൊന്നും എത്തിക്കില്ല, ആ ലെവലിൽ എത്തിക്കില്ല അല്ലെ, ലെവലിൽ എത്തട്ടെ ഈ റമളാനിലെങ്കിലും. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കൊടുത്തത്. അപ്പോ അയാളെ നാട്ടിലുള്ള ആൾക്ക് വേണ്ടി ഈ ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയില്ല. അറിയായിരിക്കുമല്ലോ അല്ലേ, മാഷാ അല്ലാഹ്. അങ്ങനെ നമുക്ക് ഖുർആൻ എഴുതാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. കടം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്ക് അത്ഭുതം തോന്നും. കുറേ കടം വാങ്ങുന്ന ആളുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ATM പൈസ ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഫോൺ പേ ആയതുകൊണ്ട് ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ നമ്മളെ വീട്ടിലുള്ളതോട് തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാണ്ട് നമുക്കൊരു സമാധാനം തോന്നില്ല. അപ്പൊ എങ്ങനെയാ പുറത്തുള്ള ആളുകളോടും അവധി വെച്ച് വാങ്ങിയ ആളോടും കൊടുക്കാതെയും ഇനി ഉണ്ടായിട്ട് കൊടുക്കാണ്ട് കളിപ്പിക്കുകയെല്ലാം ചെയ്യാൻ പറ്റുന്നത്? അത്ഭുതല്ലേ. അത്തരത്തിലൊന്നും നമ്മൾ പെട്ടു പോകരുത്. ടീച്ചറെ ക്ലാസ് പോലെ ഞാൻ പറയാത്തത്, ആ ക്ലാസ് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതിനോട് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ അമല് ഇൽമാക്കണം അല്ലെ, ഇൽമ് അമലാക്കണം അല്ലെ. നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നല്ലേ. ഈ ആയത്ത് ഞാൻ എടുക്കാൻ കാരണം ഒരുപാട് നാളായി ഇത് കാണാണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിനെ മെനക്കെട്ട് പഠിക്കല്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദീന അജ്ലി മുസമ്മ ഫക്തുബു വലയക്തുബു ബൈനക്കും കാതിബുൻ ബിൽ അദ്ൽ കാതിബുൻ യക്തുബ കമാ അല്ലമഹുല്ലാഹ്. പഠിച്ചു അൽഹംദുലില്ലാഹ്. മുഴുവനാക്കില്ലെങ്കിലും പകുതിയിലധികം പഠിച്ചു, ഇനിയും പഠിക്കും. ഇങ്ങനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ദിവസം നോക്കി വായിക്കുക, 5 or 10 പ്രാവശ്യം. പിന്നെ നമുക്കത് എളുപ്പമാവും. ഖുർആനിലുള്ള ഇൻഡെക്സ് മുതൽ നമുക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിച്ചാൽ ഖത്തം ഓതുന്ന ആളുകൾക്ക് പഠിക്കൊന്നും വേണ്ട, അതെല്ലാം പറയാൻ കഴിയും. അതായത് ഇൽമ് അമലാക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്. ഇത് 2 പ്രാവശ്യം പറഞ്ഞല്ലോ അല്ലേ. ആദ്യം തന്നെ പറഞ്ഞു തക്കില്ല എന്ന് പറഞ്ഞു അല്ലെ, വലിയ തക്കില്ല പറഞ്ഞല്ലേ, അള്ളാഹിനെ സൂക്ഷിക്കാൻ. പിന്നെ ലാസ്റ്റും പറയുന്നുണ്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അള്ളാഹ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ ശേഷം എന്നും പറയുന്നുണ്ട്.
അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു 3 യുവാക്കള് ഒരു ഗുഹയിൽ കുടുങ്ങിയ കഥ നിങ്ങൾ പലവട്ടം കേട്ടതായിരിക്കും. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷ പ്രബോധനം ചെയ്തത്? എന്നിട്ട് ബെർലിനുണ്ടെന്ന ആളെ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര പ്രാവശ്യം വായിച്ചാലും കേട്ടാലും വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയും അത് ഇരുന്ന് അമലാക്കുകയും ചെയ്യണം. എനിക്ക് അതിന് പ്രതിഫലങ്ങൾ എല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. എന്നാലേ നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കുള്ളൂ. ആ 3 യുവാക്കൾ ഗുഹയിൽ കുടുങ്ങിയപ്പോ യുവാവ് എന്താ പറഞ്ഞത്? യുവാക്കൾ എന്താ പറഞ്ഞത്? അവരെ അമലാണ് എടുത്തിട്ട് അവര് അള്ളാഹിനോട് പറഞ്ഞത്. അത്തരം അമലുകൾ നമ്മളിൽ ഉണ്ടാകണം. അത്തരം അമലുകൾ നമ്മളിൽ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്. നമ്മളെടുത്തുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ? ഒരാൾ പറഞ്ഞത് എന്താ? എന്റെ മാതാവിനാണ് ഞാൻ പാലാദ്യം കൊടുക്കല്. കറന്ന് വീട്ടിലുണ്ട്, കറക്കുന്ന ആട്. കറന്നു കഴിഞ്ഞാൽ എന്റെ മാതാവിനെ കൊടുക്കാം. എന്റെ കുട്ടി ചിലപ്പോ കരയുന്നുണ്ടാവും, എന്നാലും ഞാൻ പതിവ് തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കാൻ ഒരു ദിവസം പോയപ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ ഉറങ്ങുന്ന കണ്ടപ്പോ ഉമ്മാനെ എഴുന്നേൽക്കാനും തോന്നിയില്ല. ഇൽമ് അമലാക്കുന്ന മകൻ അല്ലേ? മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള മക്കൾ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉണ്ടാക്കണം. കാത്തു നിക്ക. കുട്ടിന്റെ കരച്ചിൽ കേട്ട് ഉമ്മ എഴുന്നേറ്റ്, മോനെ ചെറുത് കരയുന്നല്ലോ, അമ്മ അമ്മ അത് കുടിക്കുമ്മ. മോൻ പറയാ ഉമ്മ മോന് പതിവായി തരുന്നത് കൊണ്ട് തന്നെ അത് വാങ്ങി ഒരു മുറുക്ക് കുടിച്ചിട്ട് ഉന്നെനിക്ക് കൊടുത്ത്. അത് വേറെ കാര്യം. വെള്ളം താഴോട്ടേക്ക് ഇറങ്ങുന്നത് പോലെ സ്നേഹം താഴോട്ടാണ് അധികം ഇറങ്ങാന്ന് പറയും. പക്ഷേ ഇൽമിനെ അമലാക്കി മാറ്റുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനെ പറ്റി, ഹദീസിനെ കുറിച്ച് പറ്റി, പ്രവാചകന്മാരെ പറ്റി, അവസാന റസൂലായ നബിയുമായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. മക്കളോട് സ്നേഹമില്ലാതിട്ടല്ല, മാതാവിനെ പരിഗണിക്കണമെന്ന് ഗ്രന്ഥത്തിൽ ഉണ്ട് അല്ലേ? റബ്ബ് ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് റബ്ബി ഔസിഇനി അൻ അശ്കുര നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദക സ്സാലിഹീൻ. സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്താൻ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാൻ, നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തി ചെയ്യാനുള്ള ഇതെയും കൊണ്ട് നേരത്തെ ഉദിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീക്ക് തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മുടെ 19-ലും അഹ്കാഫ് 15-ലും ഉള്ള ആയത്ത് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. ഏതല്ല ആ ആയത്ത് വായിച്ചു നോക്കാം കേട്ടാ. ഇനി റബ്ബ് ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വൽമുഅ്മിനാത്ത് എന്താ? നമ്മളിപ്പോ ഇന്ന് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയതാണെങ്കിൽ നമ്മളെ വീട്ടിൽ സത്യവിശ്വാസിയായി വന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ നമ്മൾ പറയുന്നത്. പഠിച്ചോണി, സത്യവിശ്വാസം എന്നത് നിർബന്ധമായ കാര്യം. അത് നമ്മൾ മറക്കാൻ പാടില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. മൂസാ നബിന്റെ കാലത്ത് മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ടാവും. അവരങ്ങനെ തന്നെ മരണമടഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് അതുപോലെ ജീവിച്ചെങ്കിൽ. ഈസാ നബിന്റെ കാലത്തും ഈസാ നബിനെ അനുസരിച്ച ആളുകൾ ഉണ്ടാവും. ഈസാ നബി പറഞ്ഞതുപോലെ ജീവിച്ചെങ്കിൽ അവർക്കും സ്വർഗമുണ്ട്. ഓരോ പ്രവാചകന്റെയും അങ്ങനെ തന്നെ. എന്നാൽ ഈസാ നബിന്റെയും മൂസാ നബിന്റെയും കാലത്തുള്ള ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം മുഹമ്മദ് നബിയിലും കൂടി വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവർക്ക്, കാരണം കാത്തൽ നബിയ
പ്രവാചകന്റെ പരമ്പര മുറിഞ്ഞു റസൂൽ വന്നതോടുകൂടി. ഓരോ പ്രവാചകനും അതിന്റെ അനുയായികൾക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് എങ്കിൽ ഈ ഗ്രന്ഥം ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള ഗ്രന്ഥമാണ്. ഒരു വലിയൊരു വീട്, ആ വീട്ടിന്റെ ഒരു മൂല പൊളിഞ്ഞു, ആ മൂലയിൽ കൂടി ഒരു കള്ളനിക്ക് അകത്ത് കിടക്കാൻ പറ്റുമെങ്കിൽ എത്ര ഭംഗിയുള്ള കൊട്ടാരമാണെങ്കിലും ആ വീടിന് സുരക്ഷിതത്വമില്ല. എന്നാൽ പ്രവാചകൻ പറയുകയാ, എല്ലാ പ്രവാചകന്മാരും കൂടിയിട്ടുള്ളതാണ് ആ വീടെങ്കിൽ ആ കള്ളനിക്ക് കടന്നു കയറാനുള്ള ആ ഒരു മൂല ഉണ്ടല്ലോ, ആ മൂലയിലാണ് എന്നെ ഫിറ്റ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പാണ് ആ വീടിനൊരു സുരക്ഷിതത്വം വന്നത്. ഞാനാണ് ആ ഇഷ്ടിക എന്നാ പറഞ്ഞു. ഹദീസൊന്നും പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ഉറടിപ്പിക്കുന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിട്ട് ചോദിക്കാം, അതിന് ഉത്തരവ് തരാം. ക്ലാസ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്താൽ അൽഹംദുലില്ലാഹ്. അപ്പോ അയാള് ആ ഗുഹയിൽ നിന്ന് പറയാ, എന്താ പറഞ്ഞത്? ഞാൻ അള്ളാഹുവേ, ഈ ഉമ്മാക്ക് ഞാൻ പാല് കൊടുത്ത ഗന്ധത്തിലുള്ള ഇത് കണ്ടിട്ടല്ലേ, അത് ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ഗുഹന്റെ കല്ല് ഒന്ന് നീങ്ങണേ, അല്പം നീങ്ങണേ, കുറച്ച് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കല്ലൊന്ന് ഇളകി എന്നാ പറഞ്ഞ, പ്രാർത്ഥനന്റെ ഫലമായിട്ട് ഇൽമിനെ അമലാക്കിയത് പറഞ്ഞപ്പോ. പക്ഷെ ആളുകൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അതെന്തുകൊണ്ടായിരിക്കാം? മറ്റുള്ള രണ്ടു പേർക്കും പ്രാർത്ഥിക്കാനുള്ള അവസരം ഓലെടുത്തുകൊണ്ട് ഇൽമ അമലാക്കിയത്. എന്താണ് രണ്ടാമത്തെ ആള് പറഞ്ഞത്? രണ്ടാമത്തെ ആള് പറയുകയാ, എനിക്ക് കുറേ ആടുകളുണ്ട് അവിടെയും, അല്ലേ? ഇവിടെ പാലാണെങ്കിൽ ഇവിടെ ആട്. ആ ആട് ഇങ്ങനെ പെറ്റ് പെരുകുന്നുണ്ട്. എന്റെ വീട്ടിലാണെങ്കിൽ കുറേ ജോലിക്കാർ വരും, ജോലി ചെയ്ത് പൈസ വാങ്ങിപ്പോകും. ഒരാള് മാത്രം പൈസ വാങ്ങൂല, അല്ലേ? നമ്മൾ ശരിക്കും നല്ല എന്നാ മറ്റവരൊന്നും വിളിക്കണ്ട, ഇവരെ മാത്രമേ, ഇവരങ്ങനെ പൈസ ഒന്നും വാങ്ങൂല, അല്ലേ? പക്ഷേ ഈ പണി ജോലി ചെയ്യിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ഭയങ്കര നല്ല ഒരാളാണ്. അവരെന്ത് വിചാരിക്കും, ഇവനിങ്ങനെ വാങ്ങാതിരുന്നതിനാല് അതെനിക്ക് ബുദ്ധിമുട്ടല്ലേ, നാളെ ഞാനിതിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അപ്പോ വാങ്ങാത്തത് കൊണ്ട് അതിങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. കൂട്ടി വെച്ച് അത് കുറേ ആയി. ആടും ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. പിന്നെ കുറെ നാൾ ഇയാളെ കാണുന്നില്ല. ഇയാൾക്ക് ടെൻഷനായി. ഞാനങ്ങ് മരണമടഞ്ഞു പോയെങ്കിൽ ഈ പൈസ എന്റെ മക്കൾ കൊടുത്തില്ലെങ്കിൽ എന്നുള്ള ചിന്ത ആ ആള് ഒരു ആല വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി, ഇയാളെ പൈസനെ കൊണ്ട്. എന്നിട്ട് ഇയാളെ ആടിൽ നിന്ന് ആ പൈസ ആടിനെ ഇങ്ങോട്ടിട്ട്, എന്നിട്ട് ഇത് ഇന്ന ആളാണ് എന്ന് എഴുതി വെക്കുകയും പറയുകയും ചെയ്തു. മരണമടന്നെങ്കിൽ എഴുതി വെക്കണ്ടേ? വിഷയം നമ്മളെ വിഷയത്തിലേക്ക് തന്നെ വരുന്നല്ലേ, ദൈനി കടം, അല്ലേ? ബൈനക്കും കാത്തിബില്ല, അതിൽ നീതി, അല്ലേ? വേണം, അല്ലെത്തക്കില്ല, സൂക്ഷിക്കണം, അല്ലേ? അങ്ങനെ പറഞ്ഞു. ഇയാളൊരു ദിവസം പെട്ടെന്ന് വന്നു, ചെറിയൊരു സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ചെറിയ സഹായോ? ഇതാ, നീ ആ ആടിനെ ആ ആലിനെയെല്ലാം എടുത്ത് പൊയ്ക്കൊളി, അതിലേ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് പെറ്റുപെരുകി നിറഞ്ഞു കവിഞ്ഞു. ഇപ്പുറത്തതെ ആരും അറിയില്ല ഇയാളെ പൈസക്കാന്ന്. ആർക്കറിയാം? അള്ളാഹുവിനറിയാം. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ അകം ശുദ്ധിയാക്കണമെന്നല്ലേ? പുറമേ ഉള്ളത് മാത്രമല്ലല്ലോ, ഉള്ളിന്റെ ഉള്ളിലൊരു വിളക്ക് തെളിയുന്നതാകണം. ഓരോ റമദാനും, ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും, അല്ലേ? ചിട്ടയായ ദിനചര്യകളും ആയിരിക്കണം, അല്ലേ? നമ്മളിൽ എനിക്കിത്ര വലിയ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ഉപകാരം മതി.
ചെറിയൊരു അത്യാവശ്യം വന്നതാ എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇയാൾക്കൊരു അത്ഭുതം, ഞാൻ അത്രയധികം എന്തെങ്കിലും ചെയ്തു കൊടുത്തോ, എന്താ ഇത്ര അധികം കൊടുക്കാൻ, എടുക്കണം, നിർബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഇയാൾ കണ്ണീർ വാർത്തുകൊണ്ട് നോക്കി നിന്നു എന്ന് പറഞ്ഞു. എന്തിനാ കണ്ണീർ വാർത്തെ? റബ്ബണക്ക് ഇതിന്റെ പ്രതിഫലം തരുമല്ലോ, സന്തോഷം കൊണ്ടുള്ള കണ്ണീർ. ആ കണ്ണീറായിരിക്കണം നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് ഇനി വരേണ്ടത്. അള്ളാന്റെ തൃപ്തി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എന്തും കൊടുക്കാൻ, പ്രത്യേകിച്ച് കടമായി വാങ്ങിയത് കൊടുക്കാൻ ധൃതി കാണിക്കുന്ന ഒരു സ്വഭാവത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കട്ടെ. അമീൻ. കൊണ്ടുപോകുന്ന നോക്കി നിൽക്കാനുള്ള ഒരു ഭാഗ്യം അല്ലേ. റബ്ബേ ഇതാ കൊണ്ടുപോകുന്നു, നിന്റെ തൃപ്തി കാക്ഷിച്ചാണ് ഞാൻ ഇത് ചെയ്തതെങ്കിൽ ഈ ഗുഹാമുഖത്തിന്റെ വാതില് ഒന്നും കൂടി ഒന്ന് തുറക്കണേ. ഒന്നും കൂടി, മുഴുവൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ മുഴുവൻ പറയാത്തത്? മറ്റേയാൾക്കും പ്രാർത്ഥിക്കാൻ അവസരം ഓട്ടോമാറ്റിക് കൊടുക്കാം. ആ ഇൽമ് അമലാക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ. ഉദ്ദേശം 3 പേർക്കും അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ കൊടുക്കാനും പറയാനും അവസരം കിട്ടി. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽപ്പെട്ട് നമുക്ക് എന്താ പ്രാർത്ഥിക്കാനുണ്ടാകുക? ഓ, നമ്മൾ തിരിച്ചയക്കുവോ, ഇനി നമ്മൾ നല്ലത് ചെയ്യും, എന്നിട്ടോ നമ്മൾ തിരിച്ചയച്ച നമ്മൾ ചെയ്യുക? ഇല്ല. ഇസ്രായേലികളെ പോലെ അല്ലെ, ജൂതന്മാരെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ നമ്മളും ഇസ്രായേലികളെ പോലെയല്ല. ഇല്ല, നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഇനി ഒരു റമളാനി അങ്ങനെ നമുക്ക് വരരുത്. ഇൽമ് അമലാക്കുന്ന ആളിൽ തന്നെ നമ്മൾ പെടണം. നീതിപൂർവം ചെയ്യാൻ കഴിയണം അല്ലെ. സാക്ഷ്യം നീതിയോടെ സാക്ഷ്യം വഹിക്കണം. എഴുത്തുകാര് നീതിയോടെ എഴുതണം. മറ്റവരെന്ത് പറഞ്ഞാലും ശരിയോ തെറ്റോ നോക്കാണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. 3ാമത്തത് ആള് വന്ന്, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ. എന്താണ് 3ാമത്തെ വിഷയം? ഒരു പെൺകുട്ടിനെ ഇയാൾക്ക് ഭയങ്കരമായ ഇഷ്ടം. ആ ഇഷ്ടത്തിൽ നിന്ന് അവളെ പിന്നാലെ നടക്കും. സ്വന്താണ്, ഏട്ടൻ്റെ അനിയൻ്റെ മക്കളോ അങ്ങനെ എന്തോ, അമ്മാവൻ്റെ അങ്ങനെ, അത് കറക്റ്റ് നമുക്കറിയില്ല. അങ്ങനെ അവള് പിന്നാലെ നടക്കുമ്പോൾ അവൾ സൂക്ഷ്മതയുള്ള കുട്ടിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണ്. അതുകൊണ്ട് തന്നെ അവനിക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരത്യാവശ്യം വന്നു, രോഗമോ ദാരിദ്ര്യമോ എന്താ എന്നറിയില്ല. ഇവിടെ നിന്നും കിട്ടാനപ്പോൾ ഇവൾക്ക് ഓർമ്മ വന്നത് ഇയാളെയാണ്. ഇയാൾ എന്തായാലും തരുന്ന നമുക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇയാളടുത്തേക്ക് അവൾ വന്നു. ഒരു വിജനമായ ഭൂമി, എന്താ ഒരാരോരും ഇല്ലാത്ത കാട് നിറഞ്ഞ ഒരു പ്രദേശത്ത് ഉള്ളിന്റെ ഉള്ളില് ഇവള് പോയിട്ടാണ് ഇയാളെ കണ്ടുപിടിക്കുന്നതും ആവശ്യം പറയുന്നതും. പറഞ്ഞ ഉടനെ ഒരു കിഴിക്കെട്ടെടുത്ത് കൊടുത്തു, 100 നാണയം. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ആൾക്കായിരുന്നു, ആ കെട്ടിവെച്ച 100 നാണയം എടുത്തിട്ട് കൊടുക്കുക? ഇല്ല. നമ്മൾ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന് തന്നെ ഒരു 5-10 എടുക്കും. എന്നിട്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് തോന്നുന്നേ അത്ര ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് തന്നെ 5-6 ഇട്ടിട്ട് 3-4 എടുക്കും. എന്നും അയാളത്തേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ അതും ആവശ്യമില്ല എന്നിട്ട് ചിലപ്പോ 1-2 കൊടുത്തു അല്ല. ആദ്യം ഓർമ്മിപ്പിച്ചതായിരിക്കും അള്ളാഹ് ഓർമ്മിപ്പിച്ചത്, അള്ളാഹ് പറഞ്ഞത്. അതന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഗൾഫിൽ നിന്നല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ കൊടുക്കുന്നത് പോലെ പിന്നെ പിറ്റേന്ന് കൊടുക്കില്ല. അതുകൊണ്ടെല്ലാം അപ്പം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടപ്പാ, ഓലിക്ക് വേണ്ട എന്ന് വിചാരിച്ചു. എന്നാ സൂക്ഷ്മതയുള്ളവര് ഒരാൾക്ക് വിചാരിച്ചത് അവർക്ക് തന്നെ എങ്ങനെയെങ്കിലും എത്തിക്കും. എൻ്റെ ഒരു മരുമകളുണ്ട്, എപ്പം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. ഞാൻ ദൂരെ ആയതുകൊണ്ട് അധികവും പോകാനെല്ലാം വിചാരിച്ച പോലെ പറ്റില്ല. മുട്ടായി പോലത്തതെല്ലാണെങ്കിൽ തീർന്നു പോകില്ലേ. പക്ഷേ അവർ അതവിടെ വെക്കുക മാത്രമല്ല, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്യും. അതെന്തായിരിക്കും? നല്ലൊരു ആത്മാർത്ഥത, സൂക്ഷ്മത അല്ലേ. അങ്ങനെ ആയിരിക്കണം നമ്മൾ. ഈ കിഴി കൊടുത്തിട്ട്
ഇവളങ്ങോട്ടേക്ക് പോകാൻ പോകുമോ, നീ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുത്തി. ആ ഹദീസിലുള്ളത് അവരുടെ കാലുകൾ തമ്മിൽ വളരെ അടുത്ത് തൊടയാന്ന് പറയുന്നത്, അടുത്തെത്തി, അത്ര അടുത്ത് ഇരിക്കുക. സ്പർശിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അവള് പറയാ തഖ്വല്ലാ, സ്പർശിക്കൂ എന്ന് തോന്നിയപ്പോൾ അവള് പറയാ തക്കില്ല. നമ്മളെ വിഷയത്തിലുണ്ടല്ലോ അല്ലേ, തഖ്വല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണം അല്ലേ, കടവും ഇതെല്ലാം വാങ്ങുമ്പോ തഖ്വല്ലാ അങ്ങനെ പറഞ്ഞപ്പോല്ലേ, ഇയാള് അവളെ സ്പർശിക്കാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കാലിനോട് അടുത്തപ്പോ പെട്ടെന്ന് പിന്നോട്ടേക്ക് വലിയ, അള്ളാന്നുള്ള പേര് കേട്ടപ്പം തന്നെ പിന്നോട്ടേക്ക് വലിയാന്ന് തോന്നി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മനുഷ്യനെ തെറ്റിന്റെ ചായ്പോട് കൂടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. തെറ്റുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് വീണ്ടും ഒരു ജനതനെ കൊണ്ടുവരും, തെറ്റുകൾ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരെ. സുബ്ഹാനല്ലാഹ്. തെറ്റുകൾ അറിയാണ്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് ആവർത്തിക്കണ്ട. പിന്നെ ഒന്ന് ആവർത്തിച്ചെങ്കിൽ രണ്ടാമതും ആവർത്തിക്കണ്ട. 3 പ്രാവശ്യം ഒരേ തെറ്റ് ഒരാൾ ആവർത്തിക്കുന്നതാണെങ്കിൽ അയാള് വിശ്വാസികളിൽ നിന്ന് കുറച്ച് അകന്നുപോയി, കപട വിശ്വാസികളിൽ പെട്ടുപോകും. അത്തരം കപട വിശ്വാസികളിനെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാന്നുള്ള പേര് കേട്ടപ്പോ അല്ലേ, അങ്ങനെ ആയിരിക്കണം നമുക്ക്. അള്ളാന്റെ പേരുകളെല്ലാം നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചോ. ഞാന് മക്കയിൽ പോയ സമയത്ത് ഒരാള് 2-3 സ്ത്രീകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പ്രാർത്ഥന നിർത്തി ഞാൻ അവരുടെ പ്രാർത്ഥന ചെവിയോർത്തു. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് അറിയോ? അല്ലാ യാ അല്ലാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാ അൽ-അവ്വൽ യാ അല്ലാ റബ്ബി ജഅൽനി മുഖീമ الصلاة من ذريتنا ربنا وتقبل دعاء. الأحد يا الله، الأول يا الله، الآخر يا الله. ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملت على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. الحمد لله، الحمد لله. അള്ളാഹ്ക്ക് കുറേ പേരുണ്ട്. അള്ളയാണ് ഏറ്റവും ഇത് അല്ലേ. എന്നാലും ഇങ്ങനെ ഓരോരുത്തർ റസാഖ്, റാസിഖ്, അലീം അല്ലേ. അലീം തമ്മിലൊരു വ്യത്യാസം അറിയുമോ? എന്താണ്? ഇതിലുണ്ട് അലീം കേട്ടാ. വിഷയത്തിൽ നിന്ന് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കുറച്ചും കൂടി ലാസ്റ്റ് പറയാൻ അത് വിചാരിച്ച സമയം ഏകദേശമായത്. ഇടാ വഴി വെക്കുമല്ല. അള്ള നമ്മളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ അള്ള നമ്മളെ പഠിപ്പിക്കാത്തത്? രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹി അൽദി അഹ്യാന ബഅദ മാ മാതന വഇലൈഹി നുശൂർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, പറയണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നാ അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ബാത്റൂമിൽ കയറുമ്പോൾ പറയണ്ടേ, ഖുർആനക്ക് ഇറങ്ങണ്ടേ, ബിസ്മില്ലാ ഉദു എടുക്കണ്ടേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ പറയണ്ടേ നമ്മള്. ബാങ്കതാ കൊടുക്കുന്ന ബാങ്കിന്റെ പദങ്ങൾ ഉരുവിടണ്ടേ അല്ലേ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. എത്ര പ്രാവശ്യം പറയണം? വെള്ളിയാഴ്ച പ്രത്യേകിച്ച് അല്ലാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ? അല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എഴുതാൻ ഉപയോഗിക്കാം, പറയാൻ ഉപയോഗിക്കാം. എന്നാൽ പ്രാർത്ഥനയായിട്ട് ചൊല്ലുമ്പോൾ അത്തഹിയാത്തിന്റെ സ്വലാത്തിന്റെ മുഴുവനായിട്ട് അത് മയ്യിത്ത് നമസ്കാരത്തിൽ അല്ലേ, രണ്ടാമത്തെ തക്ബീറിൽ. മയ്യിത്ത് നമസ്കാരം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമ്മളെല്ലാ ഇൽമും അമലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എനിക്കടക്കം എന്നെ പറയുന്നത് ഒന്നിലും എന്നെ ഒഴിവാക്കുന്നില്ല. ഞാൻ ഒരിക്കലും പൂർണ്ണനല്ല. പൂർണ്ണനാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളിലും പഠനങ്ങളിലും പഠിപ്പിക്കലിലും എല്ലാം നിൽക്കുന്നത്. നമ്മളെല്ലാം അറിഞ്ഞതിന് ശേഷം പഠിപ്പിക്കുക എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഒന്നും നടക്കൂല. എല്ലാം എന്താണോ പഠിച്ചത് അത് അമലാക്കി മാറ്റാം.
100 അങ്ങനെ തുടങ്ങി നാസ് വരെ എല്ലാവർക്കും അറിയായിരിക്കും. 10 കുന്ന ആളുകൾക്ക് പറയണ്ട അല്ലേ? എന്നാല് നമ്മൾ പണ്ട് ടേബിൾസ് എല്ലാം പഠിക്കുന്ന പോലെ ഒന്നാമത്തത് ഫാത്തിഹ, അഞ്ചാമത്തത് മായിദ അല്ലെ, 10ാമത്തത് യൂനിസ് അല്ലേ, 15ാമത്തത് ഹിജ്ർ, 20ാമത്തെ താഹ, 25ാമത്തത് ഫുർഖാനി, അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് 114ാമത്തത് നാസ് വരെ അങ്ങനെയും ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് അവതരിച്ച സൂറത്ത് ഇഖ്റ, വായിക്കുക, വായിക്കണം നമ്മൾ അല്ലേ? നമ്മളെ വിഷയം നിന്ന് വിട്ടുപോകുന്നെന്ന് വിചാരിക്കണ്ട. എഴുതുന്നു എന്നുള്ളതും എഴുതുന്ന സാധനവും ഈ ആദ്യമായിട്ട് അവതരിച്ച 5 വചനങ്ങളിലുണ്ട് അല്ലേ? കലം അധ്യായം തന്നെയാണ് രണ്ടാമതായിട്ട് അവതരിച്ചത്. ഇത് 5 വചനങ്ങൾ മാത്രം ആദ്യമായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് ഈ പേര് വരുന്നത് അലക്ക്. രണ്ടാമതായിട്ട് കലമാണ് അവതരിച്ചത്. മൂന്നാമത്തത് വായിക്കുകയും എഴുതുകയും ചെയ്തിട്ട് നിൽക്കാനല്ല നമ്മളോട് പറയുന്നത്. എന്താ പറയുന്നത്? മുസമ്മിൽ, പുതച്ചും കൂടി കിടക്കല്ലാന്ന്. മുസമ്മിൽ അതാണ് അവതരിച്ചത്. എന്നിട്ട് പുതച്ചും കൂടി കിടന്നിട്ട് നിന്നാ മതിയോ? പോരാ, എന്നിട്ട് താക്കീത് ചെയ്യുക എന്ന് പറയുന്നത് 4ാമതായിട്ട് അവതരിച്ചത്. 5ാമതാണ് ഫാത്തിഹ. ഇങ്ങനെല്ലാമായിട്ടും മനസ്സുകൾ തുറക്കാത്ത ഓപ്പണിങ് അല്ലേ അൽ ഫാത്തിഹ. ഇവിടെ എല്ലാം ഇത് നമ്മള് ഉപയോഗിക്കാറുണ്ട്. നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അല്ലെ? അതിന് എത്ര പേരുണ്ട്. കൻസ്, കാഫിയ, മതിയായതാന്നാ പറയുന്നത്. ആ സൂറത്തും അൽ ബഖറയിലെ ലാസ്റ്റ് 2 മതി എന്ന് പറയുന്നുണ്ട്. ആ സൂറത്ത്, 2ാമത്തെ സൂറത്ത് 286 ആയത്ത് അല്ലേ? നമ്മുടെ വിഷയത്തിലുള്ള 282ാമത്തെ വചനം കഴിഞ്ഞിട്ടും 3-4 ആയത്തുകളുണ്ട്. ഈ ആയത്ത് തന്നെ നമ്മൾ കാണാണ്ട് പഠിക്കാൻ റമദാനിൽ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയും. ഒരു 10, 20, 30 തവണ നോക്കി 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 വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് നമസ്കാരത്തിൽ ഇത് ഓതാൻ പറ്റിയെങ്കിൽ ഓതുമ്പോൾ അതിന്റെ അടുത്ത ആയത്തും കൂടി ഓതാം അല്ലെ? യാത്രയിൽ ഉള്ള സംഭവങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്, വിശദീകരണങ്ങൾ അതും വായിക്കാം. തുടർന്ന് ലില്ലാഹി മാഫി സമാവാതി മാഫിൽ അദ് മാഫി അൻഫുസികും വതഖ്ഫിഹാഫികും ലില്ലാഹി യഖ്ഫിറു ലിമൻ യശാഉ വയുദ്ദു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ മുതൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? പിന്നെ ലാസ്റ്റ് 2 ആയത്ത് ഫാത്തിഹ മദി എന്നാ പറഞ്ഞു. നമുക്ക് എന്താ ഇതൊന്നും മതിയാത്തത്? രാവിലെയുള്ള പ്രാർത്ഥനകള് അല്ലാഹുമ്മ ബിക അസ്ബഹിനാ ബിക അംസൈനാ ബിക നഹ്യാ ബിക നമൂതു വഇലൈക നുശൂർ എന്നെല്ലാം പറയുന്ന പ്രാർത്ഥന ഇല്ലേ? കുറച്ച് വ്യത്യസ്തമായിട്ട് മസ്തീർന്ന് വൈകുന്നേരം എല്ലാം പറയുന്ന പ്രാർത്ഥന. എപ്പോഴെങ്കിലും നമ്മളോട് മറന്നുപോയെങ്കിൽ ഈ പ്രാർത്ഥന പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമാവുന്നവർ. അതേപോലെ ദുഹാ, നമസ്കാരം ഒന്നും നമ്മൾ ഒഴിവാക്കുക. എല്ലാം നമ്മൾ കഴിയുന്നത്ര പതിവായി ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പിന്നെ നമുക്കത് നല്ല എളുപ്പം. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. നമ്മൾ ഇത്ര നന്നായി പോയോ? ഇത്ര നന്നായി പോയതൊന്നുമല്ല, നമ്മൾ പതിവായി ചെയ്തത് കൊണ്ട് മാത്രം അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ അള്ളാഹു ഈ വിശുദ്ധ ഖുർആൻ മുഴുവനും നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിൽക്കുകയും അത് തുളുമ്പി വരാനും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു നമ്മൾ പഠിപ്പിച്ചു തന്നതുപോലെ അതിൽ വ്യത്യാസമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെ? അല്ലമൽ ഖുർആൻ, ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 85ാമത്തെ സുഹൃത്താന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പഠിച്ച് അവതരണ ക്രമപ്രകാരം 5ാമത്തതാ ഫാത്തിഹ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ എല്ലാം വിശദീകരണവും ആ ലെസണെല്ലാം നമ്മൾ വായിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ 6ാമതായിട്ട് അവതരിച്ച ലഹബിലേക്ക് നമ്മൾ പോവില്ല. ഇങ്ങനെ പോവില്ലെന്ന് പഠിക്കാനും ഓതാണ്ടും അല്ലേ? അത്തരം ചെയ്തുകൾ ചെയ്യുന്ന ആളുകൾ അബൂ ലഹബിനെ പോലെ, ജമീലിനെ പോലെ, അബൂ ജഹലിനെ പോലെ അല്ലെ, ഹാറൂനെ പോലെ, ഫിറൗനെ പോലെ, ഹമാനെ പോലെ അതിലൊന്നും നമ്മൾ പെട്ടുപോകില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവതരിച്ച അധ്യായം തക്വീറാണ്, ചുറ്റിപ്പൊതി എന്നത്. നമുക്ക് ചെറിയൊരു മാറ്റം വരുമ്പോ ആ തക്വീർ മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ ഉഷാറായിക്കോളും. എന്താ അതിലെന്തെല്ലാം പറയുന്നത്? വന്യമൃഗങ്ങൾ വരെ ഇങ്ങനെ അടുത്തുകൂടുന്ന ഇപ്പം കാണുന്നില്ലേ?
പല സ്ഥലത്തുമാണ് കരടി പുലിയെല്ലാം വന്നത്. ഖിയാമത്ത് നാളെല്ലാം ഏകദേശം അടുത്ത്. നമ്മളെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞ്. ഓരോരുത്താളും മരണത്തോടു കൂടിയാ മാറുള്ളൂ എന്ന് പറയരുത്. എന്നതിന് മുമ്പ് തന്നെ മാറാൻ കഴിയണം. മരിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറേ നാള് പ്രബോധനം ചെയ്ത ആളുകളുണ്ടാവും. ഇൽമ് അമലാക്കി പ്രബോധനം ചെയ്ത ആളുകൾ. യാസീനിലില്ലേ 2 പുരുഷന്മാർ മരണമടഞ്ഞ് കബർന്ന് അവർക്ക് പുറത്തു കൊടുത്തതും അവർക്ക് വിശാലത കാണിച്ചു കൊടുത്തതും സ്വർഗ്ഗം കാണിക്കുകയെല്ലാം ചെയ്തപ്പോൾ അവരെന്താ പറഞ്ഞത്? അവിടുന്ന് പ്രബോധന മനസ്സിൽ എന്നെ ഇങ്ങനെ കൊല ചെയ്തതും ഇയാൾക്ക് ഇവർക്കിതൊന്ന് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അറിയാമായിരുന്നെങ്കിൽ എന്നാ വിചാരിച്ചു. നമ്മൾ പഠിക്കാൻ ചെയ്യണം. എല്ലാ കാര്യവും നമ്മൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തോന്നിയാവാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അമീൻ. ഈ ബിക്കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ? അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ ഖദീർ ഉണ്ട്. ഇവിടെ അലീമാ ഉള്ളത്. അങ്ങനെ അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? കഴിവുള്ളവൻ. കഴിവുള്ളവൻ എന്ന് പറയുമ്പോൾ എന്താ കഴിവ്? നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടിക്ക് വലിയ മേശയോ കട്ടിലോ കൊടുക്കുക, ആ കുട്ടിക്ക് കണക്കായത് കൊടുക്കണം അല്ലേ? കുറച്ച് വലിയ ആളാണെങ്കിൽ തന്നെ വലിയ തട്ടിൽ നിന്ന് എടുക്കണ്ട, 2-3 ആളായിട്ട് എടുക്കും. മക്കളെ കാല് കൈ എല്ലാം പ്രശ്ന എന്നെല്ലാം പറയും അല്ലേ? അല്ല അങ്ങനെയല്ല. അല്ല എങ്ങനെയാ? ഈ ഭൂമി ആകാശം അതിലുള്ളത് എല്ലാം അള്ളാഹ്ക്കെന്ത് കയ്യിൽ ചുരുട്ടി പിടിക്കാം. അള്ളാന്റെ കഴിവിനെ നമ്മൾ എങ്ങനെയാ നോക്കണ്ടേ? ഈ ആയത്ത് ദൈനി എന്ന് പറയുന്ന പോലെ തന്നെ ആയത്ത് കുർസി ഉണ്ട് അല്ലേ? അതിലുണ്ടല്ലോ ഈ അലീം. ആയത്ത് കുർസിയില് ആ കുർസിനെ കൊണ്ട് വരുന്നത് എന്താണെന്നറിയാം? ഈ ലോകം മുഴുവനും ആ കുർസിയിൽ വെച്ചാല് ലോകം ഒരു മോതിരക്കണ്ണിയാണ്. ഒരു മോതിരക്കണ്ണിയാണ്. എന്നാൽ ആ ആയത്ത് കുർസി ഉണ്ടല്ലോ, അതെടുത്ത ഹർഷിൽ വെച്ചാലോ ആ കുർസി മോതിരക്കണ്ണിയായി. അള്ളാന്റെ അർഷിന്റെ വലിപ്പം നിങ്ങൾ ആലോചിക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതെല്ലാം നമ്മളിങ്ങനെ പതിവായിട്ട് വെറുതെ നിൽക്കുമല്ലോ ചെല്ലാം. എണ്ണം പറഞ്ഞത്ര എണ്ണം ചെല്ലാം. എന്നാ മറ്റുള്ളവരെ രാഷ്ട്രീയ സമയത്തും സ്തുതിക്കുന്ന സമയത്തും എല്ലാം ചെല്ലാം. ഒരാളെ ഒരു സഹോദരൻ മരണമടഞ്ഞു. നിങ്ങൾക്കറിയായിരിക്കും. മരണമടഞ്ഞപ്പോ അവര് വിചാരിക്ക എത്രയോ സഹോദരന്മാർ മരണമടയുന്നുണ്ട്, എന്നിട്ട് പെങ്ങന്മാർ ജീവിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ ആത്മഹത്യം ചെയ്യുമീനും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അത്തരം ചെയ്തികളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തും നേരിടാനുള്ള ശക്തി അള്ളാഹ് നമുക്ക്. എന്നാൽ സൂറത്ത് ഹജ്ജ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് കയറാകാശത്ത് നിന്ന് തൂക്കിയിട്ടോ, നീ മരിച്ചോ, തൂങ്ങി മരിച്ചു കൊള്ളുക, പക്ഷെ നീ മടങ്ങി വരാൻ എൻ്റെ അടുത്താണ്. അത് വെള്ളത്തിൽ വീണ് മരിച്ചാലും എങ്ങനെയാലും ആത്മാവ് അള്ളാഹിൻ്റെ അടുത്താണ് എത്താൻ. ആ ഒരു ഓർമ്മ ബോധം നമുക്ക് അള്ളാഹു തരട്ടെ. അമ്മേ, അത്തരം ഒരു ചെയ്തിന്റെ തോന്നൽ പോലും നമുക്ക് ഒരു വിഷയത്തിലും ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും ഏത് പരീക്ഷണത്തിലും ഉണ്ടാകാൻ പാടില്ല. മറിയം ബീവി ഈസാ നബിയുടെ ഗർഭമായപ്പം പറഞ്ഞെന്താ? ഞാൻ ഭൂമിന്റെ അടിയിൽ ഞാനായെങ്കിൽ നല്ലതേനു. അപമാനം സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയില്ലാലോ. ആളുകൾ പറയൂലേ, ഒരു ഭർത്താവില്ലാതെ വിവാഹം ചെയ്യാത്ത സ്ത്രീ എങ്ങനെ? അള്ളാഹുവിന്റെ തീരുമാനമല്ലേ. ഇന്നും അങ്ങനെ ഇടപെടാൻ വിശുദ്ധ ഖുർആനിലുള്ള ഈ കാര്യങ്ങളിൽ തന്നെയല്ലേ ഉള്ളത്. അല്ലാണ്ട് അവസാനം കാത്തല നബിയും കാത്തല ഗ്രന്ഥവും അല്ലേ നമ്മുടെ അല്ലേ? ഇനി വേറൊന്നും വരാനില്ല. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. സ്വർഗത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യം വിട്ടുപോകാതെ ഞാൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള
എല്ലാം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നാത്തുൽ ഫിർദൗസ്. അല്ലേ? ജന്നാത്തുൽ ഫിർദൗസിന് തന്നെ ചോദിക്കണം. നേരത്തെ പറഞ്ഞില്ലേ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചെല്ലുമ്പോ റദീതു ബില്ലാഹി റബ്ബിൻ ഇസ്ലാമി ദീനൻ മുഹമ്മദ് നബിയ്യ എന്ന് ചൊല്ലിക്കഴിഞ്ഞാല് സ്വർഗത്തിൽ റസൂൽ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നു. ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ, അമീൻ. അലീം, അറിയുന്നവൻ. അല്ലേ? അലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയുന്നവൻ. എന്തറിയുന്നവന്? എല്ലാം അറിയുന്നവൻ. ആലിം എന്താ? ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നത്. ഒരു മറ്റേ നമ്മളെ ഡോക്ടർ ആണെങ്കിൽ ആ വക കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കാം. എഞ്ചിനീയർ ആണെങ്കിൽ വീട് മറ്റു സംബന്ധിച്ചിട്ടുള്ളത്. അല്ലേ? എഞ്ചിനീയറിൽ തന്നെ പലവിധം ഉണ്ടല്ലേ? സിവില്, മറ്റേ മറിച്ച് നൽമിട്ട്. അപ്പൊ പാലം അതുപോലത്തെ എല്ലാം സിവിലിനുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അല്ലേ? മെക്കാനിക് ഉണ്ട്. ഓരോന്നും. പക്ഷെ ഇവിടെ അലീമ. അലീം എന്താ വരാ? എല്ലാ വിഷയത്തെ കുറിച്ചും അറിയുന്ന. ഇങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് അറിയുന്നവന്റെ കാര്യല്ലേ നമ്മൾ വിട്ടുകളയുന്നു. നമ്മൾ വിട്ടുകളയരുത്. ഭാര്യൻ്റെതായാലും ഭർത്താവിൻ്റെതായാലും എല്ലാം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അത് നിർബന്ധ. ഉദാഹരണത്തിന് ഫർള് നമസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് ചെയ്യാൻ എനിക്ക് എന്നോടെന്ന പോലെ തന്നെ എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ കഴിഞ്ഞു അല്ലേ? ഇന്നലത്തെക്കാൾ ഒന്ന് അധികമാണ് ഇന്നാവേണ്ടത്. രാവിലെയുള്ള പ്രാർത്ഥനകളും ഈ ആമന റസൂൽ തന്നെ 3 സന്ദർഭങ്ങളിൽ ചൊല്ലുന്നത് സ്പെഷ്യൽ പുണ്യം. രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിൻ്റെ രാവിലത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ പേരും ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ടും اللهم انت ربي لا اله الا انت خلقتني وانا اعبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت اقول لك بنعمتك علي ابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാല് നമ്മൾ രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരത്തിനിടയിൽ മരണമടഞ്ഞെങ്കിൽ നമുക്ക് പേടിക്കണ്ട. വൈകുന്നേരമാണ് ചൊല്ലിയതെങ്കിൽ രാവിലെ ഇടയിൽ മരണമടഞ്ഞതാണെങ്കിൽ പേടിക്കണ്ട. സ്വർഗത്തിലാണ്. ആയത്തെക്കുറിച്ച് അങ്ങനെ തന്നെയല്ല പറയുന്നത്. ഇങ്ങനെല്ലാം ചെല്ലുന്ന ഒരാൾ മരണമടയുകയാണെങ്കിൽ അവർ ചെല്ലും അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിറഫീഖിൽ അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗത ലസക്കറാത്ത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അങ്ങനെ ചൊല്ലിയത്. എന്താ അങ്ങനെ ആകാശത്ത് വിരൽ ചൂണ്ടാൻ കാരണം? മലക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. നല്ല പാടിങ്ങനെ പറയുന്നത്. ഇന്നലായിരിക്കും ചിലപ്പം ഫാത്തിമ റളിയല്ലാഹു വിളിച്ചത്, മോളെ ഞാൻ എൻ്റെ മരണം അടുത്തെന്ന്. ഫാത്തിമ റളിയല്ലാഹു കരഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിളിച്ച്, മോളെ പേടിക്കണ്ട, നീ ആയിരിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ശേഷം വരാൻ. ചിരിച്ചു എന്നാ പറയുന്നത്. അടുത്ത് നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടില്ല സംഭവം എന്താന്ന്. മരണമടച്ച ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫാത്തിമ എന്നോട് എന്താണ് പറഞ്ഞത്? ഇവരാണ് ഈ കാര്യം പറഞ്ഞത്. ചെറിയവളാണ് എനിക്ക് ശേഷം എൻ്റെ ഭാര്യമാരിൽ ആദ്യം വരാന്ന് പറഞ്ഞു. അല്ല, കൈ നീണ്ടവളാണ്, കൈ നീളമുള്ളവളാണ് ആദ്യം വരാന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ എൻ്റെ കൈയാണ് നീളമുള്ളത് എന്ന് പറഞ്ഞു. ഓരോരുത്താളും അങ്ങനെ ഓരോന്ന് പറഞ്ഞു. മരണമടഞ്ഞത് സൈനബ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ചെറിയ കയ്യ. പക്ഷെ കൈനീളമുള്ളവൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ദാനധർമ്മങ്ങളിൽ ഇഷ്ടം പോലെ കൊടുക്കും. ഒരാൾ നമ്മളോട് കടം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കടമുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയുമെങ്കിൽ നമുക്ക് വെറുതെ കൊടുക്കാൻ കഴിയണം. കടം ചോദിക്കാൻ ഒരു അവസ്ഥ കൊടുക്കണ്ട. ഒരാള് മോഷ്ടിക്കാൻ പാടില്ല, കൈ മുറിക്കണം, അത് ശരി തന്നെ. പക്ഷേ നമ്മള് വലിയ വലിയ പ്രധാനികളെല്ലാം
വെറുതെ വിട്ടുകളി. ഒരു പാവപ്പെട്ട തന്നായില്ലാത്ത ആളില്ലാണെങ്കിൽ ഓല അപമാനിക്കും ആളുകളെ മുന്നിൽ വെച്ചിട്ട്. ഓല അപമാനിക്കരുത് നമ്മള്. നമ്മൾ എന്ത് ചെയ്യണം? ഓർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. നമ്മൾ കൊടുക്കണം. ഒരാള് ഒരയൽവാസിക്ക് എപ്പോഴും പല സാധനങ്ങളും കൊണ്ടു കൊടുക്കും. ഒരു പറഞ്ഞ അയൽവാസി. പക്ഷെ അയാൾക്കൊരു നിർബന്ധ, എപ്പോഴും നീ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് തരണം. എന്തുകൊണ്ടാ അങ്ങനെ എപ്പോഴും പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. നോക്കും ഇത് ആക്കുന്നുണ്ടോ തിന്നുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാ. ഇവർക്ക് മറ്റുള്ള എന്തിനെങ്കിലും ആണെങ്കിൽ ഇവർ അത് കൊടുത്ത് പൈസ വാങ്ങിയിട്ട് മറ്റുള്ള എന്തെങ്കിലും ചെയ്യുമല്ലോ. ഇത് തിന്നണം. നമ്മൾ തിന്നുന്നത് തന്നെയാണോ അവര് തിന്നുന്നത്? തിന്നണം. പഴത്തൊലി പോലും പഴമില്ലാത്ത വീട്ടില്, ദരിദ്രന്മാരുടെ വീട്ടില് ഓരോ കാണുക കളിയർത്തുന്നാവും. എന്തെല്ലാ പഠിച്ചവനേ, അള്ളാന്റെ ബന്ധം ഒരു വല്ലാത്ത തന്നെയാ. എത്രയായാലും ഈ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളേ എന്ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം നമ്മളോടാന്നുള്ള കാര്യം നമ്മൾ ചെവികൂർപ്പിച്ച് കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് എത്ര സൂറത്ത്, എത്ര ആയത്തുണ്ട്. 70-90 പരം ഉണ്ട്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യമുള്ളൂ സൂറത്ത് ഹജ്ജിലും നിസായിലും. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഉണ്ട്. ഇന്ന് മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ടില്ലേ അധ്യായം തന്നെ. ഈ അവതരണ ക്രമപ്രകാരം ഞാൻ പറഞ്ഞപ്പോ അൽബക്കറ 87-ാമത്തെ അധ്യായം, 87 അവതരണങ്ങൾ. ഓർഡർ പ്രകാരം 87 സൂറത്തുൽ ആലിയ. അത് അവതരണക്രമ പ്രകാരം 8-ാമത്തത്. നമ്മൾ 8 അവതരണക്രമ പ്രകാരം സൂറത്ത് പഠിച്ച് ക്ലാസ് നന്നായി കേട്ടതാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കണമെന്ന് ഞാൻ പറയുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയും പറയാം. എൻ്റെ സമയം കഴിഞ്ഞു എന്നാ വിചാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം. റമളാനിൽ നമ്മൾ പ്രാർത്ഥന തുടർന്ന് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഭക്ഷണം എല്ലാം ആക്കി വെച്ചിട്ട് വെറുതെ കുറേയൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് ദോഷം ഉണ്ടാകുന്ന വിധാകരുത്. നമ്മളെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്, അല്ലേ? ആത്മീയമായിട്ടും എല്ലാം. അപ്പൊ അതിനങ്ങനെ കളങ്കപ്പെടുത്തരുത്. നമ്മള് എണ്ണ പൊരിച്ചൊന്നും കുറേയൊന്നും ഒന്നും ഉണ്ടാക്കരുത്. അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാക്കി മേശമ്മൽ വെച്ച് അസറിന് ശേഷം നല്ലോണം ദുആ ചെയ്യാനിരിക്കാം, മഗ്‌രിബ് വരെ. റാക്കിബു എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖൂ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന കുറേ ആയത്തുകൾ ഉണ്ടെന്നാണില്ലേ. അതില് നമ്മളിപ്പം പഠിക്കുന്ന അൽ ബഖറയിലുള്ള യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും, ആൽ ഇംറാനിലുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ലാസ്റ്റത്തെ ആയത്ത്. ആ ആയത്തിൽ പറയുന്നത് എന്താണെന്നറിയാം? കെട്ടിക്കാത്തിരിക്കാനാണ് പറയുന്നത്. സമയമായി കേട്ടോ, വെക്കട്ടെ. കെട്ടിക്കാത്തിരിക്കാൻ ഒരു നമസ്കാര സമയം അത് മറ്റൊരു നമസ്കാര സമയം വരെ. മുൻഗാമികൾ അത് മഗ്‌രിബ് മുതൽ ഏശ വരിക നിൽക്കില്ല. എന്തിനാത്ര? എന്നാല് പ്രവാചക ഭാര്യമാർ സുബ്ഹി മുതൽ ളുഹർ വരെ നിൽക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമുക്കിപ്പോ മഗ്‌രിബ് മുതൽ ഏശ വരെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉള്ളത്, അല്ലേ? ആ കൂട്ടത്തിലൊന്നും നമ്മൾ പെടാണ്ട് വളരെ നല്ല പ്രാർത്ഥനയിലും നമസ്കാരത്തിലും നോമ്പിലും നമ്മളെ നാവിനും മനസ്സിനും വൈകാരികൾക്കും എല്ലാത്തിനും നോമ്പായിട്ട് നോമ്പ് നോക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന മരിക്കാൻ പോകുമ്പോൾ ചൊല്ലുന്നുണ്ടല്ലോ, അതില് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സക്കറാത്ത് എന്നുള്ളത്. സക്കർ എന്ന് പറഞ്ഞാൽ സുഗറ, മദറത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. മരിക്കാൻ പോകുമ്പോൾ വേദനയാണ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ മലക്കുകളെ കണ്ടു കഴിഞ്ഞാലുള്ള സന്തോഷം. ആ സന്തോഷത്തോടു കൂടി മരണം അടയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും മരിക്കുന്നത് കണ്ടതാണെങ്കിൽ അവർക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ജിൽനാ മുസീബതി വഅജ്ജിൽനാ ബിദൽനാ മിൻഹാ ഖൈർ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അത് നമ്മൾ സ്വന്തം
ആളുകൾ മരിച്ചാൽ പോലും നമുക്ക് പറയാൻ കഴിയണം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഭർത്താവായിട്ട് കിട്ടിയതല്ല, അതെല്ലാം പിന്നീട് പറയാം. ആ സ്ത്രീ അന്നേരം പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഭർത്താവ് മരണമടഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഇത് പറയും, എന്നെ ഭർത്താവിനെ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്രയും നല്ല ഭർത്താവ് വേറെ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭർത്താവായിട്ട് കിട്ടിയവരാണ്. നേരവും ഞാൻ ഉമ്മു സലമ അല്ലേ, ഞാൻ നബിയോട് പറഞ്ഞു എനിക്ക് മക്കളുണ്ട്, എൻ്റെ മക്കൾ എൻ്റെ മക്കളാണ്, എനിക്ക് ദേഷ്യമുണ്ട്, ദേഷ്യം മാറാൻ പ്രാർത്ഥിക്ക, ഞാൻ പ്രായാധിക്യമുള്ള സ്ത്രീയാണ്, ഞാനും യുവാവൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെ ഇത്രയും സഹായം ലഭിച്ചു. നല്ല പുരുഷനെ തന്നെ, പ്രവാചകനെ തന്നെ ഭർത്താവായിട്ട് കിട്ടി. ഈ പ്രാർത്ഥന പഠിച്ചതിന്റെ പറഞ്ഞതിന്റെ ആ സ്പോട്ടിൽ പറയാൻ കഴിയണം. നമ്മളെ എല്ലാ ഇതും എല്ലാം കഴിഞ്ഞിട്ട് ഒരിക്കലും ആകാൻ പാടില്ല. തുടർന്ന് വീണ്ടും വീണ്ടും പോകും. എല്ലാം അറിയുന്നവനായ അള്ളാന്റെ കാര്യങ്ങൾ പറഞ്ഞാല് തീരൂല. തീരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിലെ മഷി വെള്ളം മഷിയാക്കിയാലും വറ്റിയിട്ട് വീണ്ടും കൊണ്ടുവന്നാലും തീരൂല. മനുഷ്യന്റെ മരത്തുമേലുള്ള ഓരോരോ കൊമ്പുകളും പേനയാക്കി പൊട്ടിച്ചെഴുതിയാലും തീരൂല. ഭൂമിനെ കടലാസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും തീരൂല. എന്തായാലും നമ്മളാരും ഭൂമിയിൽ നിന്ന് കിളച്ച് പൊന്തിയതോ ആകാശത്ത് നിന്ന് ഉതിർന്ന് വീണതോ അല്ലേ, മരത്തും വന്ന് പൊട്ടിമുളച്ചത്, മരം പോലെ പൊട്ടിമുളച്ചതൊന്നും അല്ല നമ്മൾ. എല്ലാവർക്കും തെറ്റെല്ലാം സംഭവിക്കും. പക്ഷേ അത് സ്പോട്ടിൽ തൗബ ചെയ്യാൻ, തൗബ 3 നിബന്ധനകളോട് തൗബ ചെയ്യാൻ അള്ളാഹുവേ നീ സഹായിക്കണേ. അമീൻ അമീൻ അമീൻ. എല്ലാവരും ഇതായിട്ട് നിൽക്കുന്നതായിരിക്കും അല്ലേ, വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ക്ലാസ് മതിയാക്കുന്നുണ്ട്. واخر دعوانا الحمد لله رب العالمين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.